കേരളം ഇന്ന് വലിയൊരു ആവേശത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് കേരള സൂപ്പർ ലീഗ് കേരളയുടെ ഉദ്ഘാടന മത്സരമാണ് ഇന്ന് EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഇന്ന് നമുക്ക് തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു ആവേശത്തിലേക്ക് വരുന്നതിന് മുമ്പ് കേരളത്തെ മൊത്തം ആവേശത്തിലാക്കിയ മറ്റൊരു മത്സരം ഈയിടയ്ക്ക് കഴിഞ്ഞിരുന്നു. സുബ്രതോ കപ്പിൽ നമ്മുടെ കേരളം ചാമ്പ്യന്മാരായി ഉത്തരാഖണ്ഡിൽ നിന്ന് എത്തി. അപ്പോൾ 10 വർഷത്തിന് ശേഷമാണ് അവരെ കിരീടം ചൂടുന്നത്. അപ്പോൾ നമ്മുടെ അഭിമാന താരങ്ങൾ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പം നിങ്ങൾ വളരെ വലിയൊരു നേട്ടവും സ്വന്തമാക്കിയിട്ടാണ് ഇപ്പോൾ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത്രയും വലിയൊരു സ്റ്റേഡിയത്തിൽ, ഇത്രയും വലിയ ആരാധകരുടെ മുന്നിൽ, ഇത്രയും വലിയൊരു ലീഗിൽ നിങ്ങൾക്ക് ഒരു ആദരവ് തരാൻ പോവാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? സന്തോഷം തോന്നുന്നുണ്ട്. ഇങ്ങനെ നാഷണലിൽ പോകുക പറഞ്ഞാൽ കേരളത്തിൽ ആദ്യമായിട്ട് കപ്പുണ്ട വളരെ സന്തോഷമുണ്ട്. വലിയൊരു നേട്ടമല്ലേ ഇത്? അതെ അതെ, വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ കുറേ കാലത്തെ ഒരു പ്രാക്ടീസും കാര്യങ്ങളും ആയിരുന്നു വിന്നാൻ വേണ്ടി നമുക്ക് നയിച്ചിരുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കോച്ച് ഗോകുലം, കോച്ച് PT സാർ, സ്കൂള് എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്ത് തരുന്നത്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ജയിക്കാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് ഗോകുലം നമ്മളെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ബാക്ക് സപ്പോർട്ടായിട്ട് നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് വിൻ ചെയ്യാൻ പറ്റും. ടീമിൻ്റെ ക്യാപ്റ്റനാണല്ലേ? അതെ, പേരെങ്ങനെയാണ്? ജാസിമൻ. എങ്ങനെയുണ്ടായിരുന്നു ടീമിൻ്റെ മൊത്തത്തിലുള്ള പെർഫോമൻസ് ഈ ഒരു ടൂർണമെന്റ്? അതെ, നമ്മളെ ഓപ്പോസിറ്റൊക്കെ എല്ലാവരും നല്ല ഹാർഡ് ടീമായിരുന്നു. പക്ഷേ എല്ലാവരും അതിനുള്ള എഫേർട്ട് ഗ്രൗണ്ടിൽ ഇട്ടു. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ജയിക്കാൻ കഴിഞ്ഞത്. ഈ ഒരു ഗ്രൗണ്ടിൽ കളിക്കണം എന്നൊക്കെ ഉള്ളൊരു വലിയൊരു ആഗ്രഹമല്ലേ? അതിൻ്റെ ഒരു ഇന്ന് നമ്മളിപ്പോൾ കാണാൻ പോവാണ്, വലിയ താരങ്ങൾ, ഫോറിൻ പ്ലേയേഴ്സ് ഒക്കെ വന്ന് കളിക്കുകയാണ്. ഭാവിയിൽ നിങ്ങളൊക്കെ ഈ ഗ്രൗണ്ടിൽ കളിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ ഒരു മുഹൂർത്തത്തിൽ എന്താണ് തോന്നുന്നത്? അതെ, വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു കളിക്കാനും ഒക്കെ ആഗ്രഹമുണ്ട്. ഇനി വരുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് കഴിയുമെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും അതിനായിട്ട് വർക്ക് ചെയ്യും. നമ്മളോടൊപ്പം ടീമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മാനേജറും കോച്ചും ഒക്കെ ഉണ്ട് നമ്മളോടൊപ്പം. സാർ, എങ്ങനെയാണ് ഈ ഒരു നേട്ടത്തെ ഇപ്പോൾ കാണുന്നത്? വളരെ സന്തോഷം. നമ്മളെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അവസരം SLK ഒരുക്കിയത്. കാരണം ഇത്രയും വലിയ ഒരു ക്രൗഡിൽ ഇത്രയും നല്ല പ്ലേയേഴ്സിൻ്റെ ഇത്ര നല്ല ടൂർണമെൻറ്റിൽ ഇവർ ക്ഷണം കിട്ടിയതും ഇവർക്ക് അതിൻ്റെ ഭാഗമാകാം, ആ പരിപാടിയിൽ ഇവർക്കൊരു അംഗീകാരം കിട്ടുമ്പോൾ വലിയൊരു നേട്ടമാണ്. അതുപോലെ കുട്ടികൾക്ക് ഇതുപോലുള്ള ടൂർണമെൻറ്റുകളിൽ അവർക്ക് കളിക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ വരും. അപ്പോൾ അത് അവരെ കൂടുതൽ മോട്ടിവേറ്റഡ് ആവും അവർ. അപ്പോൾ അതിൻ്റെ ഭാഗം ഞങ്ങളെ എല്ലാവരും ക്ഷണിച്ചതിൽ SLKക്കും അതിൻ്റെ ഭാരവാഹികൾക്കും ഞങ്ങൾ സന്തോഷം അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. ഈ ഒരു ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ ഒരുപാട് പ്രയത്നം അതിൻ്റെ പിന്നിലുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? കിരീടത്തിലേക്ക് എത്തുന്നത് വരെ ഉണ്ടായിരുന്ന ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? കിരീടം നമുക്ക് കിട്ടാനുള്ള മെയിൻ കാരണം നമ്മൾ ഗോകുലം കേരള എഫ്സിൻ്റെ അണ്ടർ-18 അക്കാഡമിയാണിത്. അതിൽ ഫറൂഖ് HSSുമായിട്ട് നമ്മൾ കൈകോർത്തിട്ടാണ് നമ്മൾ ഈ അക്കാഡമിയോടെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിന് നല്ലൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ട്. 4 മാസത്തോളം അവർ കണ്ടിന്യൂസ് ട്രെയിനിങ് ആയിരുന്നു. അവരുടെ പ്രോപ്പർ ഡയറ്റിംഗ് ആയിരുന്നു. അതുപോലെ ഈവൻ ഇന്നത്തെ കുട്ടികളെല്ലാം മൊബൈലിന് അഡിക്ഷൻ ഉള്ള കുട്ടികളാണല്ലോ, അറിയാലോ. അപ്പോൾ നമ്മൾ ഇവർക്ക് 7 മണിക്ക് ശേഷം മൊബൈൽ പോലും അവർക്ക് നൽകില്ല. അതിൻ്റെയൊക്കെ അങ്ങനെ ചിട്ടയായിട്ടുള്ള ട്രെയിനിങ്ങും ഡയറ്റും എല്ലാം കൂടെ ഒത്തിണക്കത്തോടെ മുന്നോട്ട് പോയി അതിൻ്റെ ഒരു ഫലം കണ്ടു. 64 വർഷത്തിന് ശേഷം ചരിത്രത്തിലാദ്യമായി നമുക്ക് ഈ ട്രോഫി ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിച്ചു. അതിന് കുട്ടികളും ഗോകുലവും ഫറൂഖ് HSSും അതുപോലെ എൻ്റെ കോച്ചിങ് സ്റ്റാഫ്, എക്സ്പെഷ്യലി ഫിസിയോ, എല്ലാവരും എഫേർട്ടാണ് ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ ഈ ടീമിൻ്റെ ഒരു ഭാഗമായി കേരളത്തിലെ അഭിമാന താരങ്ങൾക്കൊപ്പം നിങ്ങളും കേരളത്തിന് ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ഈ ഒരു മുഹൂർത്തത്തിൽ ഇത്രയും ആരാധകരുടെ മുന്നിൽ നിൽക്കുമ്പോൾ സാറിന് എന്താണ് തോന്നുന്നത്? എനിക്ക് ഭയങ്കര പ്രൗഡ് മൂമെൻറ്റ് തോന്നുന്നു ഇപ്പോൾ. കാരണം ഇങ്ങനെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ നമ്മൾ ഒരു ഇടം പിടിച്ചിരിക്കുകയാണ്. 64 വർഷത്തിന് ശേഷം ഒരു കിരീടം കൊണ്ടുവരിക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അപ്പോൾ നമ്മൾ അതനുസരിച്ചുള്ള എഫേർട്ട് ഗ്രൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. 4 മാസം കോച്ച് പറഞ്ഞ പോലെ ഓണത്തിന് പോലും ലീവ് കൊടുത്തിട്ടില്ല ആർക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തു. ഓപ്പോസിറ്റ് ടീംസ് നല്ല ഫിസിക്കലി സ്ട്രോങ് ആയിരുന്നു അവരെല്ലാവരും. അപ്പോൾ അവരെ നമ്മൾ തരണം ചെയ്തത് കോച്ചിൻ്റെ ടാറ്റിക്സും അതുപോലെ നമ്മുടെ ചിട്ടയായ പരിശീലനവും എല്ലാം കൂടിയാണ്. സോ ഞാൻ വളരെ പ്രൗഡാണ്. അതുപോലെ തന്നെ എസ്പെഷ്യലി ഭയങ്കര ഹാപ്പിയാണ്. ഇതുപോലൊരു ഗ്രൗണ്ട് ഒരു ഈവെൻറ്റിൽ അപ്രിസിയേഷൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഒളിച്ച് നിൽക്കുന്നുണ്ട്. പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റ് ആയിരുന്നില്ലേ? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫൈനലിൽ ഒരു ഗോൾ ഞാൻ കണ്ടിരുന്നു. ഗംഭീര ഗോളായിരുന്നു. അതുപോലെ ഒരു ഗോൾ ഈ സ്റ്റേഡിയത്തിൽ അടിക്കണം എന്ന് ആഗ്രഹമില്ലേ? അതെ, നല്ല ആഗ്രഹമുണ്ട്. ഇതേപോലുള്ള ടൂർണമെൻറ്റ് കളിക്കാനും സാധിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാത്തിനും കോച്ചിൻ്റെ സഹായവും ഗൂഗിളിൻ്റെ സഹായവും എല്ലാം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ടൂർണമെൻറ്റ് അടിക്കാൻ പറ്റിയതിലും അതിൽ ഫൈനലിൽ ഗോൾ അടിക്കാൻ പറ്റിയതിലും വളരെ സന്തോഷമുണ്ട്. ഈ ടൂർണമെൻറ്റിലെ ബെസ്റ്റ് പ്ലെയർ ആവാൻ പറ്റി. ചരിത്രത്തിലെ ആദ്യത്തെ കപ്പാണ് 64 വർഷത്തെ. അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഏത് ടീമിന് കളിക്കണം എന്നാണ് ആഗ്രഹം? അങ്ങനെ വെച്ചാൽ ഇന്ത്യൻ ടീമിനെ എനിക്ക് കളിക്കണം നല്ല ആഗ്രഹമുണ്ട്. ചോദിച്ചത് സൂപ്പർ ലീഗ് കളിക്കണം എന്ന് ആഗ്രഹമില്ലേ? ഏത് ടീമിൽ കളിക്കണം എന്നാണ് ആഗ്രഹം?
അങ്ങനെ ചോദിച്ചാൽ ഏത് team നും- കണ്ണൂരുകാരനാണ് ആ. സ്വാഭാവികമായിട്ടും കണ്ണൂരിന്റെ ജേഴ്സി ഇട്ട് കാലിക്കറ്റിനെ സപ്പോർട്ട് ഞാൻ ഒരു കണ്ണൂരുകാരനാണ്. കണ്ണൂർ ടീം കളിക്കും, അവിടുന്ന് വിളിക്കുന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതാണ് കേരളത്തിന് വലിയ അഭിമാനം നേട്ടം കൊണ്ടുവന്ന താരങ്ങളാണ് ഇവരെല്ലാവരും. അപ്പോൾ സൂപ്പർ ലീഗിൻ്റെ ഒരു വലിയ ആവേശം ഇവിടെ ഇന്ന് ഈ സ്റ്റേഡിയത്തിൽ നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ആവേശത്തിൻ്റെ ഭാഗമാകാൻ കേരളത്തിൻ്റെ അഭിമാനമായി ഇവരും ഇത് നമ്മളോടൊപ്പം ഉണ്ട്. ഇപ്പോൾ ഇന്നിവിടെ ഒരു സ്വീകരണം കിട്ടുന്നുണ്ട്, പക്ഷേ ഒന്നുമല്ല, ഇനിയും ഒട്ടേറെ സ്വീകരണങ്ങൾ അവർക്ക് കിട്ടാനുണ്ട്. അത്ര വലിയ നേട്ടമാണ് അവർ കേരളത്തിന് കൊണ്ടുവന്നത്. ക്യാമറമാൻ ഷാനുവിനൊപ്പം ഹരിഗോവിന്ദ്, മീഡിയ 1.